നമുക്ക് വീണ്ടും ഒന്നിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങളാണ്. മത്തായി 6:9 കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പം ഒരു കാര്യം പറഞ്ഞ്, നിന്റെ രാജ്യം വരണം. ഇന്ന് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവരാജ്യത്തിന്റെ ഒരു പ്രമാണങ്ങളിലാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ആ പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ദൈവം, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു, എല്ലാ അധികാരവും ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ്. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ല. നമ്മൾ ആ അധികാരങ്ങൾക്ക് കീഴടങ്ങി അനുസരിക്കുകയും ചെയ്യുന്ന വഴി നമ്മുടെ ആന്തരിക മനുഷ്യനിൽ സംഭവിക്കുന്ന വലിയൊരു ശുദ്ധീകരണമുണ്ട്, ഒരു വളർച്ചയുണ്ട്. ദൈവാനുരൂപമായിട്ടുള്ള ഒരു വളർച്ച നമ്മളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജഡം ഈ പറഞ്ഞ എല്ലാ ദൈവരാജ്യത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും പ്രമാണങ്ങൾക്കൊക്കെ എതിരാണ് നമ്മുടെ ജഡം. ഒരു പ്രമാണങ്ങൾക്കും കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നതെന്നല്ല. നമ്മൾ ഭയത്തോടെ കീഴടങ്ങും പോലും നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാം, നമ്മുടെ ഉള്ളിൽ നമ്മൾ പലപ്പോഴും കീഴടങ്ങാറില്ല. ശിക്ഷയോ ഒക്കെ പേടിച്ചിട്ട് നമ്മൾ ഈ ലോകത്തിന്റെ നിയമങ്ങളൊക്കെ അനുസരിക്കുന്നതല്ലാണ്ട് ഹൃദയപൂർവ്വം നമുക്ക് അനുസരിക്കാൻ കഴിയാറില്ല. പക്ഷെ നമ്മൾ ദൈവ മക്കളെന്നുള്ള നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പം ഈ പ്രമാണങ്ങളെല്ലാം നമുക്ക് സന്തോഷമുളവാക്കുന്ന ഒന്നാണ്. 119 സങ്കീർത്തനം 47 വാക്യത്തില് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ കൽപ്പനകളിൽ ഞാൻ പ്രമോദിക്കുന്നു എന്ന്. നിന്റെ കൽപ്പനകളൊക്കെ എനിക്ക് പ്രിയമാണ്. ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം, കൽപ്പനകളിൽ നമ്മൾ പ്രമോദിക്കുന്നവരാണോ അഥവാ കൽപ്പനകളൊക്കെ നമുക്ക് ഭാരമുള്ളതാണോ? ഭാരമുള്ളതാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ വലിയൊരളവിലുള്ള ശുദ്ധീകരണത്തിന്റെ കുറവുണ്ടെന്നത് കാണിക്കുന്നത്. നമ്മൾ അകത്തെ മനുഷ്യനിലെ ബലപ്പെടുന്നില്ല, അല്ലെ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ വളരുന്നില്ല നമ്മുടെ ഉള്ളിൽ എന്നുള്ളതാണ്. ആ മനുഷ്യനാണ് ഈ ദൈവത്തിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നത്. നമ്മൾ വളരും തോറും ഈ കൽപ്പനകളൊക്കെ നമുക്ക് സന്തോഷകരമായിരിക്കും. പക്ഷെ ആദ്യം തുടക്കത്തിൽ അതങ്ങനെ അല്ല. 1 യോഹന്നാൻ 5:3 നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ലെന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും ഇത് ഭാരമുള്ളതാണ്. പക്ഷെ നമ്മൾ അതിൽ അഭ്യസനം ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാരം പോയിട്ട് നമ്മൾ സന്തോഷിക്കാൻ തുടങ്ങും. ഇപ്പം പുറത്തൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന പിള്ളേരൊക്കെ ഈ ജർമ്മൻ ഭാഷയൊക്കെ പഠിക്കാൻ പോകാറുണ്ട്. അത് വളരെ കട്ടിയാന്നാ പറയുന്നത്. പക്ഷെ അവർ പിന്മാറത്തില്ല. അവര് പൂർണ്ണ മനസ്സ് വെച്ച് അത് പഠിച്ചെടുക്കുക. കാരണം അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ജർമ്മനിൽ എത്തിച്ചേരണം. അതിനുവേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മളും വരുവാനുള്ള ആ രാജ്യത്തിന് വേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പം നമ്മുടെ ലക്ഷ്യം അതായതുകൊണ്ട് നാം കഠിനാധ്വാനം ചെയ്യുന്നിടത്ത് മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ 13 അധ്യായം വരുന്നതിനെ പഠിച്ചുകൊണ്ടിരുന്നതിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്, അല്ലേ? ഓ നത്തിങ് ടു എനിവൺ. പക്ഷേ ഈ ഒരു ഉപദേശം ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാല് CMC വന്നതിന് ശേഷം അതിന്റെ ഗൗരവത്തിൽ കേൾക്കുന്നത്. അതിനു മുമ്പ് അതൊരു നോർമലായ കാര്യമായിരുന്നായിരുന്നു എൻ്റെ വിചാരം. അങ്ങനെ ഒരു പഠിപ്പീരും ഇല്ല, അങ്ങനെ കൽപ്പന വചനത്തിലുള്ള കാര്യം പോലും അറിയത്തില്ലായിരുന്നു. പക്ഷെ CMC വന്നതിന് ശേഷം സാഗ്രർ ഇത് വളരെ കർശനമായിട്ട് പഠിപ്പിക്കുന്ന കേട്ടപ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകാനായിട്ട് തുടങ്ങിയത്. നമ്മുടെ എല്ലാം ഉള്ളിലുള്ളൊരു കാര്യം, അതിന്റെ അനന്തരഫലം നമ്മൾ ഒരു കടക്കാരനാകാതിരിക്കുക വഴി ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വഴിയില് നമ്മൾ കഷ്ടം സഹിച്ച് യാത്ര ചെയ്യേണ്ടി വരും. അപ്പൊ ആ കഷ്ടത നമ്മളെ കർത്താവിന്റെ സ്വരൂപത്തോട് അനുഭവപ്പെടുത്തുക ചെയ്യുന്നത്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. നമ്മളും ഈ കൽപ്പനകളുടെ വഴിയിൽ നടക്കുമ്പോൾ കഷ്ടങ്ങളുണ്ട്. പക്ഷെ ആ കഷ്ടങ്ങൾ നമ്മളെ കൂടുതൽ കർത്താവിനോട് അനുഭവപ്പെടുത്തുമെന്നുള്ള
ആ ഒരു ബോധ്യമാണ് നമ്മളെ കഷ്ടം സഹിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. ഒരിക്കലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. നമ്മുടെ അടുത്ത നാട്ടിലൊരു മൂപ്പം വന്നു, അവരുടെ ഒരു പാസ്റ്റർ. ഒരു ദിവസം പുള്ളി കടയിൽ പോയി വൈകുന്നേരമാണ് സാധനങ്ങളെല്ലാം വാങ്ങിയപ്പം 5 പൈസയുടെ 10 പൈസയുടെ കുറവുണ്ട്. അപ്പം പുള്ളി തിരിച്ച് ഈ ഇവിടെ ഫെയ്ത്തോമി വന്നിട്ട് സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, 10 പൈസയുടെ കടക്കാരനായി ഞാൻ, ഇപ്പം കർത്താവ് വന്നാൽ എന്നെ കൊണ്ടുപോകത്തില്ല. അപ്പൊ സിസ്റ്റേഴ്സൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പുള്ളി ആശ്വാസം കൈക്കൊള്ളാൻ വിസമ്മതിച്ചിട്ട് ആ രാത്രി തന്നെ ആ 10 പൈസയും കൊണ്ട് തിരിച്ചു പോയി അവിടെ കൊടുത്തിട്ട് വന്നു. അപ്പം ആ ദൈവകൽപ്പനയോടുള്ള ബന്ധത്തിലുള്ള ആ ഒരു ഭയം അല്ലെ, നമുക്കത് കേൾക്കുമ്പോൾ ഒരു തമാശ ആയിട്ട് തോന്നും. പക്ഷെ ആ മനുഷ്യന്റെ മനസാക്ഷിയില് അതൊരു കടവാണ്. കർത്താവ് വരുമ്പം കടവുണ്ടെങ്കിൽ കർത്താവ് കൊണ്ടുപോകത്തില്ലെന്നുള്ളൊരു ഭയമാണ് പുള്ളിക്കുള്ളത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആർക്കും ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. ആ സ്നേഹത്തിന്റെ ഒരു കടവല്ലാതെ ആരോടും നമുക്ക് ഒരു കടവുണ്ടാകാൻ പാടില്ല എന്നുള്ള ദൈവനം പറയുന്നത്. അപ്പൊ നമ്മള് ജഡത്തിൽ വസിക്കുന്നവരായതുകൊണ്ട് തന്നെ നമ്മളൊരു യാത്രയിലായിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് മറ്റു മനുഷ്യരുമായിട്ട് കണ്ടുമുട്ടുമ്പം ഒരു സ്നേഹത്തിന്റെ ഒരു മനോഭാവത്തിലല്ല നമ്മൾ കണ്ടുമുട്ടുന്നത്, ഒരു ശത്രുതയല്ല. പണ്ട് എൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ ഇളയ മോനെ ഗൾഫിൽ നിന്ന് അവര് ഇങ്ങോട്ട് ഒരു ആളുടെ കൂട്ടത്തിൽ പറഞ്ഞു വിട്ടു. തിരുവനന്തപുരം വിമാനത്താവളത്തിലാ ഇറങ്ങി. അപ്പൊ ഞാനാ കൂട്ടാനായിട്ട് പോയത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഇവനെ കൂട്ടി പുറത്തിറങ്ങിയപ്പോൾ ദാഹിക്കുന്നു പറഞ്ഞൊരു കടയിൽ വെള്ളത്തിന് ഓർഡർ കൊടുത്തു. അപ്പൊ ഇയാള് വെള്ളം എടുത്തോണ്ടിരിക്കുമ്പോ എന്റെ പുറകിൽ വല്ലാത്തൊരു ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ വേറൊരു കൊച്ചും ഇവന്റെ പ്രായത്തിലുള്ള വേറൊരു കൊച്ചുമായിട്ട് ഇവൻ ഭയങ്കര അടിയുണ്ടാക്കുക. അപ്പൊ ഞാൻ പിടിച്ചു മാറ്റിയിട്ട് എന്താ നീ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി ഇഷ്ടക്കേടുകളുമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷെ നമ്മളെ കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്ന എല്ലാവരോടും ഒരു സ്നേഹത്തിന്റെ കടം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന്. നമ്മൾ ആ കടം വീട്ടിൽ കൊണ്ടേയിരിക്കണമെന്നുള്ള ദൈവഹിതം. ആ കടം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ക്ഷമിക്കുക, പൊറുക്കുക. നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും ക്ഷമിക്കാനും പൊറുക്കാനും ദോഷം സഹിക്കാനും ഒന്നും നമുക്ക് മനസ്സില്ല. അത് കാണിക്കും നമ്മളൊരു കടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമ്മള് സ്നേഹിക്കുമ്പോൾ അല്ലെ പൊറുക്കുമ്പോൾ ക്ഷമ കാണിക്കുമ്പോൾ ദോഷം കണക്കിടാതിരിക്കുമ്പം നാം ഈ സ്നേഹത്തിന്റെ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളോട് ശത്രുതയുള്ളവരുണ്ടാവാം, നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ടാവാം. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടുള്ള പ്രതികരണം ഈ സ്നേഹത്തിന്റെ ഒരു കടം വീട്ടുന്ന മനോഭാവത്തിലായിരിക്കണം. കാരണം കർത്താവ് നമ്മളെ സ്നേഹിച്ചിട്ടാണ് ഈ ലോകത്തിൽ കടന്നു വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം തൻ്റെ മേലേറ്റ് തൻ്റെ മരണത്തിലൂടെ നമ്മളെ വീണ്ടെടുത്തത്. നമ്മൾ ആ ഒരു പാട്ടിൽ പാടാറുണ്ടല്ലോ, ദൈവത്തിന് പുത്രനാം യേശു ഭൂജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ. കർത്താവ് വന്നതിന്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു, സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു. നമ്മളെ അത്രമേൽ സ്നേഹിച്ചിട്ടാണ് വന്നത്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ അതേ സ്നേഹമാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. റോമർ 5:5 നമ്മളത് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പൊ സാഗ്ദർ ഒരു ഉദാഹരണം പറഞ്ഞ്, രാവിലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പോസ്റ്റ്മാൻ, പണ്ടത്തെ കാലത്ത് ഈ മണി ഓർഡർ അയാളുടെ ബാഗിൽ നിറയെ പൈസയായിരിക്കും. അതൊന്നും അയാളുടേതല്ല. അയാൾ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ആ ബാഗ് കാലിയായിരിക്കും. എല്ലാവരുടെയും കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഭൂമിയിലേക്ക് അയച്ചപ്പം ഈ ഒരു സ്നേഹത്തിന്റെ കടം ആയിട്ടാണ് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത്. നമ്മള് ഓരോ ദിവസം കഴിയും തോറും കുടുംബത്തിലും പുറത്തും സഭയിലും സമൂഹത്തിലെല്ലാം നമ്മൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഈ സ്നേഹത്തിന്റെ കടം വീട്ടുന്ന ഒരു മനോഭാവത്തോടെ വേണം നമ്മൾ ജീവിക്കാൻ. പക്ഷെ നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ, കരുണ കാണിക്കാതിരിക്കുമ്പോൾ, പൊറുക്കാതിരിക്കുമ്പോൾ നമ്മൾ ആ കടക്കാരായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അന്യനെ സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. ഒന്നും. സ്നേഹത്തിന്റെ ഒരു കടം മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ ബന്ധത്തിൽ പാടുള്ളൂ.
വേറെ ഭൗതികമായിട്ടുള്ള രംഗത്തൊരു കടവും പക്ഷേ ഇന്നത്തെ തലമുറയിൽ ഈ വചനമൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരു ഫോഷത്വമാണെന്ന് എല്ലാവരും പറയുക. അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലഘട്ടം തന്നെ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് ഓടാനല്ല ദൈവം നമ്മളെ ഓടിച്ചിരിക്കുന്നത്. ദൈവപ്രമാണത്തിന്റെ വഴിയിൽ ഓടി ഈ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ആത്മാവിൽ ജീവിക്കാനല്ല, ഉയരത്തിന്റെ ആത്മാവിൽ നമ്മൾ ഈ ഭൂമിയിൽ ഒരു പരദേശിയെ പോലെ ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം നമുക്ക് നിരന്തരം വേണം. തുടർന്ന് അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. അപ്പൊ സ്നേഹമാണ് ന്യായപ്രമാണത്തിന്റെ പൂർത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പം മത്തായി സുവിശേഷം 7:12 അവിടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, മത്തായി 7:12 മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. അപ്പം കർത്താവ് വന്നപ്പം കർത്താവിന്റെ മനോഭാവം ഇതായിരുന്നു. ഒന്നും മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നത് ശുശ്രൂഷ സ്വീകരിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുക്കാനുമാണ്. കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട് നമ്മളോടുള്ള ബന്ധത്തിലും നമ്മുടെ മനോഭാവം ഇതായിരിക്കണം. ഒരിക്കലും ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു, ദുഃഖത്തിന്റെ എല്ലാം കാരണം ആഗ്രഹങ്ങളാണ്. നമുക്ക് ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകത്തില്ല. അപ്പം പ്രത്യേകിച്ച് കുടുംബീയത്തോടുള്ള ബന്ധത്തിൽ, ഭർത്താവിന് ഭാര്യയെക്കുറിച്ചുള്ള ബന്ധത്തിൽ ഒത്തിരി ഡിമാൻഡ്സ് ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അപ്പം നമ്മൾ അസ്വസ്ഥപ്പെടുകയും പരാതിയുള്ളവരും മുറിപ്പെടുന്നവരും നീരസമുള്ളവരൊക്കെ ആകുന്നത് ആ പ്രതീക്ഷ അവർ നിറവേറ്റാതിരിക്കുമ്പോഴാണ്. തിരിച്ചുകൊണ്ടത്. അപ്പൊ അത് നമുക്ക് ലഭിക്കാതിരിക്കുമ്പം നമ്മൾ ദുഃഖിതരാകുന്നു, നിരാശരാകുന്നു, അസ്വസ്ഥരാകുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കർത്താവ് മനുഷ്യനിൽ നിന്നൊന്നും തിരിച്ചു പ്രതീക്ഷിച്ചിരുന്നില്ല. മുൻകൂട്ടി പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ തള്ളിപ്പറയും. പത്രോസ് പറഞ്ഞ പറയത്തില്ല. പക്ഷെ അതിനുശേഷം തള്ളിപ്പറഞ്ഞ പത്രോസിനോടുള്ള കർത്താവിന്റെ മനോഭാവവും കരുണയുടെ, ദയയുടെ ഒരു മനോഭാവമായിരുന്നു. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതല്ല അവർക്കും ചെയ്യുവീൻ. നമ്മളെ സഹായിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, ഇങ്ങനെ ഒത്തിരി ചിന്തകളുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൊടുത്താൽ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ, നമ്മൾ ക്ഷമിക്കുന്നവരാണെങ്കിൽ നമുക്ക് ക്ഷമ കിട്ടും. നമ്മൾ പൊറുക്കുന്നവരാണെങ്കിൽ നമ്മളോടും പൊറുക്കും. നമ്മൾ കരുണ കാണിച്ചാൽ നമ്മളോടും കരുണ കിട്ടും. പക്ഷെ നമ്മൾ കരുണ കാണിക്കാതിരുന്നാൽ ഒരിക്കലും നമുക്ക് കരുണ കിട്ടത്തില്ല. നമ്മളെപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നവരാണ്, ഇങ്ങോട്ട് മറ്റുള്ളവരിൽ നിന്ന് പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ കർത്താവ് ഈ ഭൂമി വന്നപ്പോൾ ആ ഒരു പ്രതീക്ഷയിലല്ല വന്നത്. താൻ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെത്താൻ മറുപടിയായിട്ട് കൊടുക്കാനായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ തന്നെ നിന്ദിക്കുകയും അവമാനിക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തപ്പോഴൊന്നും കർത്താവിന് അതൊരു വേദനയുള്ള കാര്യമായിരുന്നില്ല. നമ്മുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ അപ്പം തിന്നുന്നൊരു കൂട്ടുകാരൻ പോലും എൻ്റെ നേരെ കുതികാലി ഉയർത്തിയിരിക്കുന്നു. യുവതിയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെയും കർത്താവിന്റെ പ്രതികരണം യുവതിയോട് സ്നേഹിത എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് അതെല്ലാം സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് വന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി തന്നെത്താൻ്റെ ബലിയായിട്ട് കൊടുക്കാനുള്ള ഒരു ആഗ്രഹമായിട്ടാണ് വന്നത്. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം, നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു. മത്തായി 22:39 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. രണ്ട് കാര്യം പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പൊ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കുക. പലപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാരാ? ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യയും,
മാതാപിതാക്കൾക്ക് മക്കളും, മക്കൾക്ക് മാതാപിതാക്കളുമാണ് യഥാർത്ഥത്തിൽ കൂട്ടുകാർ. അപ്പം നമ്മളോട് പറയുന്നു, നിന്നെ പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കണം. പലപ്പോഴും നമ്മൾ ഇങ്ങോട്ട് സ്നേഹം പ്രതീക്ഷിക്കുകയും അങ്ങോട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവരാണെന്നുള്ള കാര്യമാണ് സത്യം. ഗലാത്യ ലേഖനം 5:14 ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. റിപ്പീറ്റഡ് ആയിട്ട് തുടർച്ചയായിട്ട് നമ്മൾ മനസ്സ് വെച്ച് വായിക്കുകയാണെങ്കിൽ ഇതേ സന്ദേശം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ യാക്കോബിൻ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ യാക്കോബ് 2:8 എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന തിരുവെഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിലോ നന്ന്. ഇവിടെ വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവാണ് ഈ വഴിയിൽ നമ്മളെ നടത്തേണ്ടത്. നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറക്കേണ്ടതും ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ നടത്തുകയും ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഈ ഒരു യാത്രയിൽ ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുമ്പോൾ നമ്മുടെ ഇഷ്ടം അതിന് വിരുദ്ധമാണ്. നമ്മുടെ ഇഷ്ടം എപ്പോഴും ആത്മാവിന്റെ അഭിലാഷത്തിന് എതിരായിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ആ ഇഷ്ടത്തെ നമ്മൾ മരണത്തിൽ ഏൽപ്പിക്കുന്നിടത്ത് മാത്രമേ ഈ ദൈവേഷ്ടത്തിലോട് നമുക്ക് താതാമ്യം പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സ്വയത്തിന് മരിക്കുക എന്ന് പറയുന്നത് അതിനാണ്. നമ്മൾ സ്വയത്തിന് മരിക്കും തോറും നമ്മുടെ അകത്തുള്ള കർത്താവിന്റെ രൂപം കൂടുതൽ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. തുടർന്ന് 9-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്ന വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അത് ന്യായപ്രമാണത്തിന് നിവൃത്തിയാണ്. രണ്ട് കാര്യമാണ്. ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, ഒന്ന് കൂട്ടുകാരനെ സ്നേഹിക്കുക. അങ്ങനെയാണ് നമ്മൾ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. തുടർന്ന് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യ ജീവിതത്തില് ഈ സ്നേഹത്തിലുള്ള ഒരു വളർച്ചയാണ് നമ്മൾ ഈ സംഭവിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അവിടെ നമ്മുടെ ആത്മീയ വളർച്ചയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവും തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചു ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനായി ഏത് സന്ധ്യാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി. അവിടെ സംഭവിക്കുന്ന ഇതെല്ലാം കൂടെ നമ്മളെ സ്നേഹത്തിലുള്ള ഒരു വർധനയിലേക്കാണ് നയിക്കേണ്ടത്. 1 കൊരിന്ത്യർ 13 നമ്മൾ ഇങ്ങനെ വായിക്കുന്നല്ലോ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്ന ഒരു വലുതോ സ്നേഹം തന്നെ. തുടർന്ന് 14 വായിക്കും, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഉളവാകുന്നത് എങ്ങനെയാണെന്ന് 1 തീമോഥെയോസിൽ പറഞ്ഞിട്ടുണ്ട്. 1 തീമോഥെയോസ് 1:5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അല്ലാത്തൊരു സ്നേഹം നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്, മാനുഷികമായൊരു സ്നേഹം. പക്ഷെ അതിന് പരിധികളുണ്ട്. പരിധി കഴിയുമ്പം നമ്മൾ നമ്മുടെ സ്വാർത്ഥത്തിലേക്ക് മടങ്ങിപ്പോകും. ഒരിക്കലും നമുക്ക് കർത്താവിന്റെ ആ സ്നേഹത്തിൽ എത്തിപ്പെടാനായിട്ട് കഴിയത്തില്ല. അപ്പം ഈ ന്യായപ്രമാണം മുഴുവൻ വായിച്ച് പഠിച്ച് അനുസരിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഈ 2 കാര്യം പഠിച്ചാൽ മതി എന്നാണ്. ദൈവത്തെ സ്നേഹിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക.
മറ്റു ഒത്തിരി കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളെല്ലാം അടങ്ങിയതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. പക്ഷെ ഈ രണ്ട് കാര്യത്തെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ന്യായപ്രമാണം മുഴുവനും നിവർത്തിക്കുന്ന ഒരനുഭവത്തിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് 11 നമ്മളിങ്ങനെ വായിക്കുന്നു, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഒരു വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു പെൺകുട്ടി ആ വിവാഹ ദിവസത്തിന് വേണ്ടി ഉള്ളൊരു കാത്തിരിപ്പുണ്ട് അല്ലെ. ആ ദിവസം അടുക്കും തോറും അതിൻ്റെ ഉള്ളിൽ ഒരു ആവേശവും ഉന്മേഷവും അല്ലെ, അതിന് ഒരു പ്രത്യേക ഒരു ഉത്സാഹം ഉണ്ടാകും. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം ഈ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഊഷ്മളതയുണ്ടോ? 2 കൊരിന്ത്യർ 11 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ ക്രിസ്തുവിന് ഏകപുരുഷന് നിർമ്മല കന്യയെ ഏൽപ്പിക്കാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും എന്ന് പറഞ്ഞാൽ വിട്ടുവഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ പുരുഷന് വേണ്ടിയിട്ടുള്ള ദാഹത്തിന്റെ സ്ഥാനത്ത് മറ്റു പലതും നമ്മളെ സ്വാധീനിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ സ്വീകരിക്കേണ്ടി, നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യം. നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഉത്സാഹം എരിവുണ്ടോ? പഴയ പാട്ടുകളുണ്ട്, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നും എന്നെ ആകർഷിക്കുന്നില്ല. കാന്തന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം കൊണ്ട്, പ്രത്യാശ കൊണ്ട് എൻ്റെ ഉള്ളം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം കർത്താവ് വരുന്നു, കർത്താവിന്റെ വരവ് അടുത്തു എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഭയങ്കര തുടിപ്പുണ്ടാവണം. പക്ഷെ നമ്മൾ തണുത്തിരിക്കുകയാണത് കാണിക്കുന്നത് എന്താ? അതുകൊണ്ടാണ് ലവോദിക്ക സഭയ്ക്ക് എഴുതുമ്പം ആത്മാവ് ഇങ്ങനെ എഴുതി, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, നീ ശീതോഷ്ണവാനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തോടുള്ള ബന്ധത്തിൽ ഒരു തുടിപ്പുണ്ട്, കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരു തുടിപ്പുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റത്തില്ല. ഏകാഗ്രത, നിർമ്മലത എന്ന് പറഞ്ഞാൽ ആ കർത്താവിന് വേണ്ടി മാത്രമുള്ള ഒരു ദാഹം അല്ലെ. സങ്കീർത്തനങ്ങളിലൊക്കെ 41-ാമത്തെ സങ്കീർത്തനത്തിലെ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 42-ാം സങ്കീർത്തനം, ഇതിന്റെ 1-ാമത്തെ വാക്യം ഓരോ പുത്രന്മാരുടെ ഒരു ധ്യാനമാണത്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഒരു ആന്തരിക ദാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള അടങ്ങാത്ത ഒരു ദാഹം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാഹിച്ചു വരേണ്ട ഒരു മാന് അതിനാ ഒരു കാര്യത്തിൽ ഏകാഗ്രത ഉണ്ടായിരിക്കും. വെള്ളം അല്ലെ, അതിന്റെ യാത്രക്കിടയ്ക്ക് അത് അന്വേഷിച്ച് യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ചെവി ശ്രദ്ധിക്കുന്നത് വെള്ളത്തിന്റെ ശബ്ദം എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്നിനും അതിന്റെ ശ്രദ്ധ പതിയത്തില്ല. വെള്ളത്തിൻ്റെതൊരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലൊരു സന്തോഷം വരും. അത് ആ വെള്ളത്തിന് നേരെ കുതിക്കും. നമ്മുടെ ഉള്ളിൽ കർത്താവിനെ കുറിച്ചുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും അങ്ങനത്തെ ഒരു തുടിപ്പുണ്ടാവാറുണ്ട്. അതില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മത്തായി 24-ാം അധ്യായം 12-ാമത്തെ വാക്യത്തില് കർത്താവ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ആരോടുള്ള സ്നേഹമാണ്?
ഇപ്പം എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ ഉള്ളില് അങ്ങനത്തെ ഒരു കാത്തിരിപ്പ് തുടിപ്പൊക്കെ ഉണ്ടോ? കർത്താവിന്റെ ആ വരവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടോ? അതോ നമുക്കത് സാധാരണയുള്ളൊരു കാര്യം പോലെ ആണോ അതിനോട് നമുക്ക് പ്രതികരിക്കാനായിട്ട് തോന്നുന്നത്? അങ്ങനെ ആണെങ്കിൽ അത് കാണിക്കുന്ന ഒരു കാര്യം നമ്മൾ ഉറക്കത്തിലാണ്. ആത്മീയമായൊരു ഉറക്കത്തിലാണ്. ഉറക്കത്തിന്റെ അടുത്ത സ്റ്റെപ്പ് മരണമാണ്. എഫെസ്യർ 5-ാം അധ്യായത്തില് അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കാൻ, എന്നാൽ ക്രിസ്തുവിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. നമ്മുടെ ഈ ആത്മീയമായിട്ടുള്ള ഈ ഉറക്കം, തണുപ്പ് സാവകാശം നമ്മളെ മരണത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാറില്ല. നമ്മുടെ ഉള്ളിൽ ആ കർത്താവിന് വേണ്ടിയുള്ള തുടിപ്പ് കുറഞ്ഞതായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? അതിനെ നോർമൽ ഒരു കാര്യമായിട്ട് എടുക്കുകയാണോ, അതോ നമ്മുടെ ഉള്ളിൽ ഒരു അന്വേഷണമുണ്ടോ? ദാവീദ് പാപം ചെയ്തതിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തില് ആ നിലയിലുള്ള ഒരു ഉണർവുണ്ട്. അതിന്റെ കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സമയം ഇത് ചെയ്യേണ്ട ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്ന നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. 1 തെസ്സലോനിയ 5-ാം അധ്യായത്തില് 6-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ആകയാൽ ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. ശേഷമുള്ളവരെന്ന് പറഞ്ഞാൽ ലോകക്കാര്, അവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഉറക്കത്തില്ല. ആത്മീയമായിട്ട് അവർക്കൊരു പ്രത്യാശയോ കാത്തിരിപ്പൊന്നുമില്ല. നമ്മളോട് ഒരു നാമും അവരെ പോലെ, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. ഇനി ഉറങ്ങുന്നവരെ കുറിച്ച് പറഞ്ഞു, ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ഈ സുബോധമായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ കാഹള ശബ്ദം കേൾക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഉറങ്ങുന്ന ഒരാൾക്ക് കേൾക്കാനായിട്ട് കഴിയത്തില്ല. എന്തെങ്കിലും കേട്ടാൽ തന്നെ എന്താന്ന് തിരിയത്തില്ല. നല്ല ഉറക്കത്തിൽ ശബ്ദമൊക്കെ ഇട്ട് നമ്മൾ ഞെട്ടി ഉണർന്നാൽ എന്തോ ഒരു ശബ്ദം കേട്ടെന്ന് നമുക്കറിയാം, എന്താ ഇവിടുന്ന് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ആത്മീയമായ ഒരു ഉറക്കം ഉള്ളപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളില് സംഭവിക്കുന്നത്. ഒരാത്മീയ ഉറക്കം, പാപത്തോടുള്ള എതിർത്ത് നിൽപ്പ് കുറയാൻ തുടങ്ങും. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരിക്കും. സഹോദര സ്നേഹം കുറയും. ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹം കുറയും. ഇതെല്ലാം അപകടത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ടോ? നമ്മളിപ്പോൾ ഉറങ്ങുന്നവരാണോ, ഉണർന്നിരിക്കുന്നവരാണോ? തുടർന്ന് നമ്മൾ 11-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് വായിക്കുന്ന, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രക്ഷ അടുത്തെന്ന് പറയുമ്പം രക്ഷയുടെ 3 കാലങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ, നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും പാപത്തിന്റെ കുറ്റാരോപണത്തിൽ നിന്നെല്ലാം നമ്മൾ രക്ഷിക്കപ്പെട്ടു. 2-ാമത്തെ ഘട്ടത്തിൽ നമ്മൾ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. 3-ാമത് കർത്താവിന്റെ വരവെങ്കിൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടും. ഇവിടെ പറഞ്ഞ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അടുത്തിരിക്കുന്നു, നമുക്ക് അധികം അടുത്തിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ അപ്പോസ്തലന്മാർ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലേ? ഇപ്പം
നമ്മൾ കർത്താവിന്റെ വരവിനോട് വളരെ അടുത്തുള്ള സമയത്ത് അവിടെ സാത്താൻ ചെയ്യുന്നൊരു വഞ്ചന, ആ കർത്താവിനോടുള്ള ഏകാഗ്രത നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളതാണ്. ആ ഏകാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സജീവമായിരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ദാസന്മാരിലാക്കി വെച്ച ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. യജമാനൻ വരാൻ താമസിക്കുന്നു എന്നവൻ ചിന്തിച്ചിട്ട് കൂട്ടുദാസന്മാരെ അടിക്കാനും തിന്നാനും കുടിക്കാനൊക്കെ തുടങ്ങിയെന്ന. നമ്മളോടുള്ള ബന്ധത്തിലും ആ വരവിന്റെ പ്രത്യാശ നമ്മളിൽ കുറയുമ്പോൾ നമുക്ക് സഹോദരവർഗത്തോടുള്ള സ്നേഹം കുറയും. പൗലോസപ്പൻ ഗലാത്യർക്ക് എഴുതുമ്പോൾ ഇങ്ങനൊരു പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ഗലാത്യർ 5-ാം അധ്യായത്തിലെ 26-ാമത്തെ വാക്യം, നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. ഈ കർത്താവിന്റെ ആ വരവിന്റെ പ്രത്യാശ നമുക്ക് കുറയാൻ തുടങ്ങുമ്പോൾ, ഒരാത്മീയ മയക്കത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഈ പറഞ്ഞൊരു കാര്യം നമ്മൾ സത്യമാകുന്നത്. അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. അപ്പം പലപ്പോഴും ഈ പോരിന് വിളിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ നമുക്ക് നിരന്തരമായിട്ട് കാണാനായിട്ട് കഴിയും. ജഡത്തിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആത്മാവിൽ ബലപ്പെടും തോറും ആ പോരിന് വിളിക്കുന്ന മനോഭാവത്തിൽ നമ്മൾ സ്വസ്ഥരായിക്കൊണ്ടേയിരിക്കും. ഇന്നും നമ്മുടെ ഉള്ളിൽ പരീക്ഷകൾ വരുമ്പം ഈ പോരിന് വിളിക്കുന്ന ഒരു മനോഭാവമാണോ നമ്മളിലുള്ളത്? ആദ്യത്തെ ചിന്ത തർക്കിക്കാനും വാദിക്കാനും ഒച്ചയുണ്ടാക്കാനും പ്രതികാരം ചെയ്യാനൊക്കെ ഉള്ള ഒരു ചിന്തയാണോ എന്നുള്ളതാണ് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യം. 144-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തില് ഇങ്ങനൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. 144-ാം സങ്കീർത്തനം അതിന്റെ 14-ാം വാക്യം, 2-ാമത്തെ ഭാഗത്ത്, മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീതികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ. മതിൽ തകർക്കുക എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനയുടെ ലംഘനമാണ്, പ്രമാണങ്ങൾ ലംഘിക്കുന്നതാണ്. രണ്ടാമത്തേത് പടയ്ക്ക് പുറപ്പെടുന്നത്. പഴയ കാലഘട്ടത്തിലൊക്കെ ഈ പടയ്ക്ക് പുറപ്പെടുമ്പോൾ വലിയ കോലാഹലമുണ്ട്, ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പം, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലൊക്കെ ഈ പടയ്ക്ക് പുറപ്പെടുന്ന ഒരു ശബ്ദം നമുക്ക് ഉള്ളിൽ നിന്ന് കേൾക്കാം. നമ്മളിൽ തന്നെ ശോധന ചെയ്താൽ തർക്കവും വാദവും കോപവും നമ്മുടെ സാധാരണ സൗണ്ടിന് നമ്മുടെ ശബ്ദം കൂടുമ്പോൾ അത് കാണിക്കുന്ന ഒരു കാര്യം, ഒരു പടയ്ക്കുള്ള പുറപ്പാട് നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കും. നമ്മളെപ്പോഴും പടവെട്ടേണ്ടത് സാത്താനോടാണ്, ജഡത്തോടും ലോകത്തോടും പിശാചിനോടുമാണ്. ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ടവരോടല്ല. എഫെസ്യരിൽ പറഞ്ഞ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ജഡരക്തങ്ങളോടുള്ള പടയ്ക്ക് പുറപ്പാടിന്റെ ഒരു ശബ്ദം നമ്മുടെ ഉള്ളിൽ നമ്മുടെ മുഖത്തെ സന്തോഷം പ്രസാദം നഷ്ടപ്പെടുന്നു. അസമാധാനം അസ്വസ്ഥയും നമ്മുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. നമ്മുടെ കണ്ണുകളുടെ വലിപ്പമൊക്കെ കൂടും. ചിലർ മുക്രയൊക്കെ ഇടാൻ തുടങ്ങും. പടയ്ക്കുള്ള പുറപ്പാടിന്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ്. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് കാണിക്കുന്നത് ഈ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യത്തിൽ നമ്മുടെ ഹൃദയം അകന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. 12-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ഇരുട്ടിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ പാപത്തെ കാണിക്കുന്നതാണ്. അത് ഉപേക്ഷിച്ചിട്ട് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്കറിയാം, നമ്മുടെ ആയുധവർഗം എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം 6-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ആയുധവർഗം എന്ന് പറയുന്നത്
വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവീൻ. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. വിറക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പിണങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ പാപമാണെന്ന് നമ്മളൊന്നും ചിന്തിക്കാറില്ല. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലെ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരാ. ജഡികന്മാരും ശേഷം എന്ന് പറഞ്ഞ് ലോകത്തിലുള്ള ആൾക്കാര്. അപ്പൊ നമ്മുടെ ഇടയിൽ ഇതൊന്നും പേർ പറക പോലും വരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. പൊട്ടത്തരം, ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും അരുത്. ഇതൊന്നും നിങ്ങളുടെ ഇടയില് പേർ പറക പോലും വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ കാണാൻ പോലും കാണരുത്. പക്ഷെ നമ്മളേക്ക് തന്നെ നോക്കുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇരുട്ടിൽ ജീവിക്കുന്നവരാണ്. പകൽ സമയത്ത് ജീവിക്കുന്നവരുള്ള ബന്ധങ്ങൾ പറഞ്ഞിരിക്കുന്നത്, പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. മദ്യപിക്കുന്നവരെപ്പോഴാണ് മദ്യപിക്കുന്നത്? ഇവിടെ രാത്രിയില് കൊലോസിന്റെ അല്ല തെസ്സലോനിക്കയിൽ നമ്മൾ വായിച്ചത്. മോഷ്ടിക്കുന്നവരെപ്പോഴാ? അതുപോലെ ഈ കാട്ടുമൃഗങ്ങളൊക്കെ ഇരപിടിക്കാൻ ഇറങ്ങുന്നത് എപ്പോഴാ? രാത്രിയിലാണ്. വെളിച്ചമാകുന്നതുകൊണ്ട് അവരെല്ലാം പോയി കുളിക്കും. നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവരാണല്ലേ നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള മനോഭാവങ്ങളിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഹൃദയം മുഴുവൻ സ്നേഹമായിരിക്കും. ഇത് പറയുമ്പം നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടിനെ വെളിവാക്കുന്ന വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആ സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടുക ചെയ്യില്ലേ, നിരാശപ്പെടുകയല്ല. പലപ്പോഴും സാത്താൻ നമ്മുടെ അടുത്ത് നിന്ന് വചനമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒരു നിരാശയും ഭാരവും ആകുലതയും ഭയവും സംശയമൊക്കെ ഉളവാക്കാൻ ശ്രമിക്കും. നമ്മൾ ഒരിക്കലും സാത്താന് ചെവി കൊടുക്കരുത്. 13-ാം വാക്യം, പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദ നടക്കാം. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. യേശുവിനെ ധരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ധരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് യോബിന്റെ പുസ്തകത്തില് യോബ് പറയുന്നൊരു കാര്യമുണ്ട്. യോബിന്റെ പുസ്തകം 29-ാം അധ്യായത്തില് യോബ് ധരിച്ചിരുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ 29-ന്റെ 4-ാമത്തെ വാക്യം 29-ാം അധ്യായത്തില് അല്ലത്, അവിടെ താൻ പറഞ്ഞിരിക്കുന്നത്, ഞാന് നീതിയെ ധരിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. നീതിയെ വാക്യം ഇവിടാന്ന് ഞാൻ കറക്റ്റ് ഇപ്പോൾ ഓർക്കുന്നില്ല. പറഞ്ഞൊരു കാര്യം 29-ന്റെ 14 4 അല്ല 14. ഞാൻ നീതിയെ ധരിച്ചു, അതിന്റെ ഉടുപ്പായിരുന്നു, എന്റെ ന്യായം ഉത്തരീയവും തലപ്പാവും പോലെയിരുന്നു. അപ്പം കർത്താവിനെ ധരിക്കുക എന്നുള്ളതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ യോബ് പറയുന്ന ഒരു കാര്യം, ഞാൻ നീതിയെ ധരിച്ചു. അതുപോലെ തന്നെ ഗലാത്യലേഖനം 3:27 എന്താണ് ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഗലാത്യലേഖനം 3-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തില്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിലും അത് തന്നെ നമ്മൾ വായിച്ച റോമാലേഖനത്തില്, കർത്താവ് യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. അതുപോലെ നമ്മൾ ധരിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പം എഫീസർ 4:24 എഫീസ് ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ, സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. കൊലോസ്യ ലേഖനത്തിലും 3-ാം അധ്യായത്തിലും നമുക്ക് ഇതേ കാര്യങ്ങൾ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 3:10
തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നമുക്കറിയാം, നമ്മള് കൊലോസ്യലേഖനത്തിൽ താഴ്ത്തു വരുമ്പോൾ വേറെ ചിലത് ധരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, 12 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ ധരിക്കപ്പെടുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു, നമ്മളെ കാണുന്ന ഒരാള് യേശു ക്രിസ്തുവിനെയാണ് കാണേണ്ടത്, അല്ലെ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെയാണ് കാണേണ്ടത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, താഴ്മ ധരിക്കാൻ പറയുന്നുണ്ട്, താഴ്മ ധരിച്ചുകൊള്ളുകയും. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ കർത്താവിലേക്ക് വന്നതിന് ശേഷം നമ്മളിന്ന് മറ്റുള്ളവര് നമ്മൾ ധരിച്ചിരിക്കല്ലേ. നമുക്കറിയാം, ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രമാണ് ധരിക്കുക, പുറമേ ധരിക്കുന്നത് അല്ലെ. ആരാണേലും ആദ്യം ആ വസ്ത്രമാണ് ശ്രദ്ധിക്കുക, ഒരാളെ കാണുമ്പോൾ വസ്ത്രത്തെയാണ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ പോലെ ഒരിക്കൽ നമ്മൾ ധരിച്ചിരുന്നത് എന്താ? ഈർഷ്യ, പക, പിണക്കം, ശാഠ്യം, ഇതൊക്കെയാ ധരിച്ചിരുന്നത്. നമ്മളെ കാണുന്നവരെ നമ്മൾ ഇന്ന് ഇതൊക്കെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഭാര്യ-ഭർതൃ ബന്ധത്തില് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഭാര്യമാരൊക്കെ അറിയാം നമ്മൾ എന്താ ധരിച്ചിരിക്കുന്നത്. നമ്മൾ ക്ഷമയും ദീർഘക്ഷമയും ദയയും കരുണയും ഒന്നും അല്ല ധരിച്ചിരിക്കുന്നതെന്ന് അവർക്കറിയാം. നമ്മൾ കയ്പും വെറുപ്പും പകയും വിദ്വേഷം ശാഠ്യവും ഒക്കെയാണ്. പക്ഷെ ഇവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്വഭാവമുള്ളവരായി തീരുവിൻ എന്നതിന്റെ അർത്ഥം. തുടർന്ന് ഇതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ ജഡത്തിനായി ചിന്തിക്കുക എന്ന് പറയുമ്പം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആ വാക്യം ഇങ്ങനെയാണ്, don't let yourself think about ways to indulge your evil desires. ലിവിംഗ് വേർഡിൽ പറഞ്ഞിരിക്കുന്നത്, and make no provision for the flesh in regard to its lust. അല്ലെ, നമ്മുടെ പരീക്ഷിക്കപ്പെടാൻ ഇപ്പൊ ഒരു മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാള് ഒരു മദ്യശാലയുടെ സാമീപ്യം എപ്പോഴും ഒഴിവാക്കുന്നത് നല്ലതാണ്. അല്ലെ, ആ മദ്യ ഷോപ്പില് മദ്യപിക്കാനായിരിക്കും മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ചെല്ലുകയാണെങ്കിൽ പോലും അവിടെ നമ്മൾ ജഡത്തിന് ഇട കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ പാപങ്ങളോടുള്ള ബന്ധത്തിലും അങ്ങനെ. നമ്മുടെ ആ പാപത്തിന്റെ സാഹചര്യങ്ങളെ വിട്ട് ഓടുക എന്നുള്ളത്, പാപത്തെ വിട്ട് ഓടാൻ പറയുമ്പോൾ അതിന്റെ പ്രായോഗികമായ തലത്തിൽ നമ്മൾ പാപത്തിന്റെ സാഹചര്യങ്ങളെ വിട്ട് ഓടുക എന്നുള്ളതാണ്. സാഗ്ബ്രദർ ഇടയ്ക്ക് പറയാറുണ്ട്, ഇപ്പം ഭാര്യയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് ഇറങ്ങിയിട്ട് ഒന്ന് നടക്കാൻ പോകുന്നത് നല്ലതാണ്. കാരണം അവിടെ നിന്നാൽ ചിലപ്പം അതൊരു പ്രശ്നമായിട്ട് തീരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ആ സാഹചര്യം ഒഴിവാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. നമ്മൾ അവിടെ തന്നെ തുടർന്നാൽ ചിലപ്പോൾ നമ്മൾ കോപിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ പാപത്തിനൊരു അവസരം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളോട് പറയുന്നത്, പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ കളങ്കും ഇല്ലാത്തവരായി തീരുവിൻ. ഞാൻ ഈ മൂർഖൻ പാമ്പിൽ ശ്രദ്ധിച്ചൊരു കാര്യം, നമുക്കതിനെ അപൂർവമായിട്ട് കണ്ടുമുട്ടാൻ പറ്റത്തുള്ളൂ. മറ്റു പാമ്പുകളെയൊക്കെ നമുക്ക് പറമ്പിലൊക്കെ നടക്കുമ്പോൾ ചേരയോ വളപൊഴുപ്പനോ അങ്ങനെയുള്ള ഒത്തിരി പാമ്പുകളെ മിക്കവാറും കാണാൻ കഴിയും. പക്ഷെ മൂർഖൻ പാമ്പിനെ അപൂർവമായിട്ടേ കാണത്തുള്ളൂ. കാരണം ഒരു ശത്രുവിന്റെ സാമീപ്യം അകലെ തിരിച്ചറിയുന്ന ഉടൻ തന്നെ അത് ഒളിക്കും, സ്ഥലം വിടും. എന്ന് പറഞ്ഞാൽ അത് അപകടത്തിൽ പോയി ചാടത്തില്ല. അബദ്ധത്തിലേ നമുക്ക് അതിനെ കണ്ടു കിട്ടത്തുള്ളൂ, നേരിടേണ്ടി വരത്തുള്ളൂ. അപൂർവമായിട്ട് അങ്ങനെ സാധിക്കാറുള്ളൂ. കാരണം ശത്രുവിന്റെ സാമീപ്യം വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടത് രക്ഷപ്പെടും. നമ്മളോട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കാൻ പറയുമ്പോൾ പാപത്തിന്റെ സാഹചര്യങ്ങളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ആ സാഹചര്യങ്ങളെ ഒഴിവാക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ആവശ്യമുണ്ട്. ഒരു കോപത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ദൂരെന്നേ കണ്ടിട്ട് അവിടെ നമ്മൾ പെട്ടെന്ന് മാറിക്കളഞ്ഞാൽ
നമുക്ക് ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും. ലൈംഗിക പാപങ്ങളോടുള്ള ബന്ധത്തിലും ഒക്കെ യാഥാർത്ഥ്യം, ദൂഷണത്തോടുള്ള ബന്ധത്തിലും. ദൂഷണം പറയുന്ന ഒരാളെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക, അയാൾ വന്നാൽ ദൂഷണേ പറയത്തുള്ളൂ. അപ്പൊ അയാൾ വരുന്ന കാണുമ്പോഴേ നമ്മൾ അവിടുന്ന് മുങ്ങിയാൽ നമ്മുടെ ചെവിക്ക് പരിചയത്തിനുള്ളവരായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയും, അല്ലെ നമ്മളത് കേൾക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്ന ജഡത്തിന് അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ, ജഡത്തെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനോ കാണാനോ ചിന്തിക്കാനോ നമ്മൾ അവസരം കൊടുക്കാതെ ഒരു പോരാട്ടത്തിലായിരിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്കിതിനെ പ്രായോഗികമായിട്ട് അനുസരണത്തിന്റെ തലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇതെല്ലാം നമ്മളെ തികഞ്ഞവരാക്കി തീർക്കാനായിട്ടുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ദൈവവചനമാണ് നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. നമുക്ക് ഈ വചനങ്ങളെ മുറുകെ പിടിച്ച് നമ്മുടെ ക്രിസ്തീയത്തിന്റെ പോരാട്ടത്തിൽ കർത്താവിനോടൊപ്പം വിശ്വസ്തരായിരിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നിരന്തരമായിട്ട് നമുക്ക് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, രാത്രിക്കായിട്ട് നന്ദി പറയുന്നു. ഈ ഭൂമിയിൽ അടിയങ്ങൾക്ക് അവിടുത്തെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാനായിട്ട് നൽകി തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കേട്ട് മറക്കാതെ കർത്താവേ, വചനങ്ങളൊക്കെ കേട്ട് പരീക്ഷയുടെ സമയത്ത് അനുസരിച്ച് അവിടുത്തെ പൂർണ്ണതയിലേക്കുള്ള ഓട്ടത്തിലായിരിക്കാൻ അടിയങ്ങളെ സുബോധമുള്ളവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ, ആമേൻ.